ജുറാസിക് വേൾഡ് റീബർത്ത് 2 ദിവസം മുന്നേ അങ്ങനെ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം തരക്കേടില്ലാത്ത റിവ്യൂ ആയിരുന്നു. അപ്പം ബ്ലണ്ടഡ് ടോക്ക് വിത്ത് ശരത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. ജുറാസിക് വേൾഡ് റീബർത്ത് അത്യാവശ്യം മോശമില്ലാത്ത ഒരു സിനിമയാണ് കേട്ടോ. ഞാൻ ഒരുപാട് റിവ്യൂ കണ്ട ശേഷമാണ് ഈ സിനിമ കാണാൻ പോയത്. കണ്ട റിവ്യൂവിലൊന്നും അത്ര വലിയൊരു നല്ല സംഭവമാണെന്ന് ആരും പരാമർശിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയൊരു എക്സ്പെക്റ്റേഷൻ ഒന്നും ഇല്ലാണ്ടാണ് ഞാൻ ആ സിനിമ കാണാനായിട്ട് പോയത്. പഴയ നമ്മുടെ ജുറാസിക് പാർക്കിൻ്റെ മറ്റൊരു പതിപ്പാണ് ഈ ജുറാസിക് വേൾഡ് റീബർത്ത് എന്ന് പറയുന്നത്. ഞാൻ സിനിമ കാണാൻ പോകുന്നതിന് മുമ്പേ കണ്ട അല്ലെങ്കിൽ കേട്ട റിവ്യൂവിലെ പോലെ അത്ര വലിയ മോശം സിനിമയൊന്നും അല്ല ജുറാസിക് വേൾഡ് റീബർത്ത് എന്നുള്ള സിനിമ. അത്യാവശ്യം ഫാമിലിയായിട്ട് നമുക്ക് പോയിട്ട് എൻ്റർടൈൻമെൻറ്റ് ചെയ്ത് നല്ല ഇഷ്ടപ്പെട്ട് തിരിച്ചു വരാൻ പറ്റുന്ന ഒരു സിനിമ കൂടിയാണ് ജുറാസിക് വേൾഡ് റീബർത്ത്. പഴയ ജുറാസിക് പാർക്ക് ആണോ ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് രീതിയിലുള്ളൊരു കഥയാണ്. പക്ഷേ ആ സിനിമ സന്ദർഭങ്ങളും അതുപോലെ ആ കഥയിൽ വരുന്ന കാര്യങ്ങളും ഒക്കെ ഏകദേശം ഒരേപോലെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. പക്ഷേങ്കിൽ ബോറടി കാര്യങ്ങളൊന്നും വരുന്നില്ല. പക്ഷേ എല്ലാ സിനിമകളിലും ഇംഗ്ലീഷ് സിനിമകളും മീൻസ് അഡ്വഞ്ചർ സിനിമകൾ ഇതുപോലെയുള്ള അനക്കോണ്ട അതുപോലെ ഈ ജുറാസിക് റിലേറ്റഡ് ആയിട്ടുള്ള കഥകൾ വരുന്ന സിനിമകളിലൊക്കെ ഏകദേശം ഒരേപോലത്തെ ലൊക്കേഷൻ അതുപോലെ ഒരേപോലത്തെ സസ്പെൻസുകളൊക്കെയാണ് ഉള്ളത്. ഇതിനകത്ത് കാമിയോ റോളിൽ വലിയൊരു ഡൈനോസർ വരുന്നുണ്ട്. അതാണ് ഇതിനകത്ത് ഏറ്റവും അതായത് വളരെ നമ്മളെ പിടിച്ചിരുത്തുന്ന അല്ലെങ്കിൽ നമ്മളെ ഒന്ന് ഭയപ്പെടുത്തുന്ന വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു സീൻ എന്ന് പറയുന്നത്. അതും ഒരു സെക്കൻഡ് ഹാഫ് കഴിയുമ്പോഴാണ് അങ്ങനെ ഒരു സീൻ വരുന്നത്. ബാക്കിയും വളരെ മോശം എന്നുള്ളൊരു അഭിപ്രായം എനിക്കൊന്നുമില്ല. അത്യാവശ്യം നല്ലൊരു മൂവി തന്നെയാണ് ജുറാസിക് വേൾഡ് റീബർത്ത് എന്നുള്ളത്. ഗാരത്ത് എഡ്വേർഡ്സ് ആണ് ഈ മൂവി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇത് എഴുതിയിരിക്കുന്ന ഡേവിഡ് കോപ്പ് എന്നുള്ള ആളാണ് എഴുതിയിരിക്കുന്നത്. അത്യാവശ്യം വളരെ നല്ല രീതിയിൽ ഇവർ ഈ മൂവി മേക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ പഴയ ജുറാസിക് വേൾഡും അനാക്കോണ്ടയൊക്കെ കണ്ടിട്ടുള്ളത് കൊണ്ട് നമുക്ക് ചെറിയൊരു ആവർത്തന വിരസതയൊക്കെ വരും. ആവർത്തന വിരസത എന്ന് പറഞ്ഞാൽ കുറേ സീനുകൾ നമ്മൾ എവിടെയോ കണ്ടു മറന്ന ഒരു ഫീല് നമുക്ക് കിട്ടും. കാരണം അതേപോലൊരു കാടും അതേപോലത്തെ ചില ത്രില്ലിംഗ് ആയിട്ടുള്ള സീനുകളൊക്കെയാണ് ഈ സിനിമയിൽ ഉള്ളത്. പക്ഷേ അതൊട്ടും നിങ്ങളെ ബോറടിപ്പിക്കില്ല. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സിനിമയിൽ നമുക്ക് തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കൂടുതൽ സീനും. അതായത് വളരെ സസ്പെൻസ് നിറഞ്ഞ ഒരുപാട് സീനുകളൊക്കെ വളരെ കുറവാണ്. ഈ ഒരു ഡൈനോസർ ഒരു കാമിയോ റോളിൽ വരുന്ന ഡൈനോസർ എല്ലാം അടിച്ച് തൂഫാനാക്കിയിട്ട് പോകുന്നുണ്ട്. അതൊഴികെ ബാക്കി എല്ലാം നമുക്ക് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന രീതിയിലേക്കാണ് ആ സിനിമ ചെയ്തിരിക്കുന്നത്. അത് എന്നാലും നമുക്കതൊരു മോശം അനുഭവമായിട്ട് ഒരിക്കലും കിട്ടില്ല. അത്യാവശ്യം നല്ല രീതിയിൽ വർത്താണ് നമ്മൾ ഈ മൂവി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന കാശിന് വർത്താണ്. അതുപോലെ നിങ്ങൾ ഈ സിനിമ കാണുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നിങ്ങൾ നല്ല സൗണ്ട് സിസ്റ്റവും നല്ല പ്രൊജക്ടറും ഉള്ള തിയേറ്ററിൽ മാത്രം പോയിട്ട് ഈ സിനിമ കാണാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും. കാരണം അത്രത്തോളം ഗംഭീരമായിട്ട് ഇതിൻ്റെ ഓഡിയോയും അതുപോലെ അതായത് BGM-ഉം അതുപോലെ വിഷ്വൽ ട്രീറ്റും നന്നായിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ചില സീനുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചില കോമഡി വരും. അത്യാവശ്യം ഭയാനകരമായി അവർ ട്രൈ ചെയ്യാനായിട്ട് അങ്ങനെ മേക്ക് ചെയ്യാൻ ശ്രമിച്ച ചില സീനുകളിലൊക്കെ നമുക്ക് ചെറിയ ചെറിയ ചിരികളൊക്കെ വരുമെങ്കിലും അത്യാവശ്യം ഓവറോൾ പടം അത്യാവശ്യം നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കുട്ടികളെയൊക്കെ ഇട്ട് കൂട്ടിയിട്ട് കൊണ്ടുപോയി കാണിക്കാനായിട്ട് ശ്രമിക്കുക. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സിനിമ കൂടിയാണ് ജുറാസിക് വേൾഡ് റീബർത്ത് എന്നുള്ളത്.